ഹലോ ഫ്രണ്ട്സ്, എവിടെയും എപ്പോഴും സംഗീതം ആസ്വദിക്കാൻ ഇന്നത്തെ തലമുറയിലെ സംഗീത പ്രേമികൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് എയർപോഡുകൾ. എയർപോഡുകളുടെ ഫാക്ടറി മാനുഫാക്ചറിംഗ് പ്രോസസ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഫാക്ടറി TV നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കാതുകളിൽ സംഗീതമഴ പൊടിക്കുന്ന ഇയർപോഡുകൾ നിർമ്മിക്കുന്നത് എങ്ങനെയെന്ന് ഒട്ടും സമയം പാഴാക്കരുത് നമുക്ക് നോക്കിയാലോ. ആദ്യമായി ബോഡി പാർട്സ് മോൾഡിംഗ്. എയർപോഡുകളുടെ നിർമ്മാണത്തിലെ ആദ്യഘട്ടം എയർപോഡുകളുടെ ബോഡി പാർട്സ് നിർമ്മിക്കുക എന്നതാണ്. പാട്ട് കേൾക്കുന്നതിനൊപ്പം ഒരു ഫാഷൻ ആക്സസറി ആയിട്ടും പ്രദർശിപ്പിക്കപ്പെടുന്നവയാണ് എയർപോഡുകൾ എന്നതുകൊണ്ട് തന്നെ അവ ആകർഷകമായ ഡിസൈനുകളിൽ നിർമ്മിക്കേണ്ടതായിട്ടുണ്ട്. ബാറ്ററി നിർമ്മാണം. എയർപോഡുകൾ പൂർണ്ണമായും റീചാർജബിൾ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗാഡ്ജറ്റാണ്. ഒരു തവണ ചാർജ് ചെയ്താൽ എത്ര നേരം ഉപയോഗിക്കുവാൻ സാധിക്കുമെന്നത് എയർപോഡുകൾ പലരും പ്രാധാന്യം നൽകുന്ന ഘടകമാണ്. അതുകൊണ്ട് തന്നെ എയർപോഡുകളുടെ ഹൃദയമായി നമുക്ക് ബാറ്ററിയെ കണക്കാക്കാം. എയർപോഡുകളുടെ നിർമ്മാണത്തിൽ അടുത്ത ഘട്ടം ബാറ്ററിയുടെ നിർമ്മാണമാണ്. ബാറ്ററി നിർമ്മിക്കുന്നതിനുള്ള പ്രാരംഭ ഘട്ടത്തിൽ ഒരു കണ്ടെയ്നറിലെ ബ്ലാക്ക് ലിഥിയം മറ്റ് രാസവസ്തുക്കളുമായിട്ട് മിക്സ് ചെയ്യുന്നു, പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കുന്നു. അതിനുശേഷം ഈ പേസ്റ്റിനെ നേർത്ത പോളിമർ ഷീറ്റിൽ പൂശുന്നു. ബ്ലാക്ക് ലിഥിയം ഉൾപ്പെടുന്ന മിശ്രിതം പൂശിയ പോളിമർ ഷീറ്റ് ഉണങ്ങിയതിനു ശേഷം അവയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കുറച്ചു വീതം മുറിച്ചെടുത്ത് അവയുടെ കൺസിസ്റ്റൻസി ടെസ്റ്റ് ചെയ്യുന്നു. ടെസ്റ്റ് പാസ്സായതിനു ശേഷം ഈ പോളിമർ ഷീറ്റിനെ ഒരു റോളിംഗ് മെഷീന്റെ സഹായത്തോടെ റോളുകളായിട്ട് മാറ്റുന്നു. അടുത്തതായിട്ട് നേരത്തെ പോളിമർ ഷീറ്റിൽ ചെയ്തതുപോലെ നേരത്തെ കോപ്പർ ഷീറ്റിൽ ബ്ലാക്ക് ലിഥിയവും മറ്റു രാസവസ്തുക്കളും ഉപയോഗിച്ച് തയ്യാറാക്കിയ പേസ്റ്റ് പൂശി ഉണക്കിയതിനു ശേഷം പ്രത്യേകതരം സെൻസർ മെഷീനുകൾ ഉപയോഗിച്ച് കോപ്പർ ഷീറ്റുകളുടെയും കൺസിസ്റ്റൻസി പരിശോധിക്കുന്നു. പരിശോധന കഴിഞ്ഞ് കോപ്പർ ഷീറ്റിനെ ചതുരാകൃതിയിലുള്ള ചെറിയ കഷ്ണങ്ങളായി മെഷീൻ ഉപയോഗിച്ച് മുറിച്ച് ശേഖരിക്കുന്നു. ഇതോടെ ബാറ്ററി നിർമ്മാണത്തിന്റെ പ്രാരംഭഘട്ടം പൂർത്തിയാകുന്നു. അടുത്തതായിട്ട് ബാറ്ററി അസംബ്ലിംഗ് ഘട്ടമാണ്. ഈ ഘട്ടത്തിൽ ഒരു പ്രത്യേക തരം അസംബ്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് പോളിമർ ഷീറ്റിനുള്ളിൽ ഓൾട്ടർനേറ്റീവായിട്ട് ചതുരാകൃതിയിൽ മുറിച്ചെടുത്ത കോപ്പർ കഷ്ണങ്ങൾ അടുക്കി പൊതിഞ്ഞെടുക്കുന്നു. ഇങ്ങനെ പൊതിഞ്ഞെടുക്കുന്ന ബാറ്ററിയുടെ ഇന്റേണൽ ഭാഗം അടുത്തതായിട്ട് കനം കുറഞ്ഞ അലുമിനിയം ഷീറ്റിനുള്ളിലാക്കി പാക്ക് ചെയ്യുന്നു. പാക്ക് ചെയ്തതിന് ശേഷം അധികമായിട്ട് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന അലുമിനിയം ഷീറ്റ് മുറിച്ച് മാറ്റിയ ശേഷം അവയിൽ ബാറ്ററിയുടെ സർക്യൂട്ട് ബോർഡ് ഘടിപ്പിക്കുന്നു. എന്നിട്ട് ബാറ്ററിയിൽ ഘടിപ്പിച്ച സർക്യൂട്ട് ബോർഡ് പ്രൊട്ടക്ട് ചെയ്യുന്നതിനായിട്ട് ബോർഡിന് മുകളിലൂടെ മഞ്ഞ നിറത്തിലുള്ള ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിക്കുന്നു. അവസാനമായി ബാറ്ററികളുടെ ചാർജ് ഹോൾഡിംഗ് കപ്പാസിറ്റി ചെക്ക് ചെയ്യുന്നു. ഇതോടെ നിർമ്മാണം പൂർത്തിയാകുന്നു. PCB നിർമ്മാണം. എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും ജീവനാഡിയാണ് PCBകൾ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന പ്രിന്റഡ് സർക്യൂട്ട് ബോർഡുകൾ. PCBകൾ നിർമ്മിക്കുന്നത് കോപ്പറും ഗ്ലാസും ചേർത്ത് നിർമ്മിക്കുന്ന ഷീറ്റുകൾ ഉപയോഗിച്ചിട്ടാണ്. ആദ്യമായിട്ട് കോപ്പർ ഗ്ലാസ് ഷീറ്റുകൾ ഒരു കൺവെയർ ബെൽറ്റിലൂടെ കടത്തിവിട്ട് പ്രത്യേകതരം പഞ്ചിങ് മെഷീൻ ഉപയോഗിച്ച് അവയിൽ ഇലക്ട്രോണിക് കമ്പോണന്റ് ഘടിപ്പിക്കുവാൻ ആവശ്യമായിട്ടുള്ള ചെറിയ ചെറിയ ഹോളുകൾ ഇടുന്നു. അതിനുശേഷം PCB എഞ്ചിനീയറിംഗ് എക്സ്പെർട്ടുകളുടെ സഹായത്തോടെ കമ്പ്യൂട്ടറിൽ എയർപോഡുകൾക്ക് ആവശ്യമായിട്ടുള്ള PCB ഡിസൈൻ ചെയ്യുന്നു. PCB എഞ്ചിനീയർമാർ ഡിസൈൻ ചെയ്ത PCB ട്രാക്ക് ഹോൾ ഇട്ട് വെച്ചിരിക്കുന്ന കോപ്പർ ഗ്ലാസ് ഷീറ്റിൽ പ്രിന്റ് ചെയ്യുന്നതാണ് അടുത്ത ഘട്ടം. ഇതിനെ ട്രാക്ക് പ്രിന്റിംഗ് എന്നാണ് പറയുന്നത്. ഡാർക്ക് റൂമിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ട്രാക്ക് പ്രിന്റിംഗ് മെഷീൻ അൾട്രാ വയലറ്റ് കിരണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഷീറ്റുകളിൽ ട്രാക്ക് പ്രിന്റിംഗ് നടത്തുന്നത്. ട്രാക്ക് പ്രിന്റിംഗിന് ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ ലൈറ്റ് സെൻസിറ്റീവ് പദാർത്ഥങ്ങളായതുകൊണ്ടാണ് ട്രാക്ക് പ്രിന്റിംഗ് പ്രോസസ്സ് ഡാർക്ക് റൂമിന്റെ ഉള്ളിൽ വെച്ച് നടത്തുന്നത്. ട്രാക്ക് പ്രിന്റിംഗിന് ശേഷമുള്ള അടുത്ത ഘട്ടമാണ് PCB ഇച്ചിങ് എന്ന് പറയുന്നത്. ട്രാക്ക് പ്രിന്റിംഗ് പൂർത്തിയായ ശേഷം PCBയിലെ ട്രാക്കിൽ ഉൾപ്പെടാത്ത കോപ്പർ ഭാഗങ്ങൾ നീക്കം ചെയ്യുന്ന പ്രോസസ്സാണ് PCB ഇച്ചിങ് എന്നത്. അടുത്തതായിട്ട് PCB ഓട്ടോമാറ്റിക് ഒപ്റ്റിക്കൽ ഇൻസ്പെക്ഷൻ ഘട്ടമാണ്. ഈ ഘട്ടത്തിൽ പ്രിന്റ് ചെയ്യപ്പെട്ട PCBകൾ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റുകൾ ഉപയോഗിച്ച് PCB പ്രിന്റിംഗിൽ എന്തെങ്കിലും തരത്തിലുള്ള അപാകതകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നു. അടുത്ത ഘട്ടം PCB സോൾഡർ മാസ്കിംഗ് പ്രോസസ്സാണ്. ഉപകരണങ്ങളിൽ ഘടിപ്പിച്ച ശേഷം PCBക്ക് നേരിടേണ്ടി വരുന്ന ഓക്സിഡേഷൻ, കൊറേഷൻ എന്നീ പ്രശ്നങ്ങൾ പരിഹാരമായിട്ടാണ് സോൾഡർ മാസ്കിംഗ് ചെയ്യുന്നത്. ഇപ്പോക്സി പോലെയുള്ള പോളിമർ ലിക്വിഡാണ് ഇതിനു വേണ്ടിയിട്ട് PCBകളിൽ ഒരു നേർത്ത ലെയർ പോലെ പൂശുന്നത്. പൊതുവെ ഈ കാണുന്ന നിറമാണ് സോൾഡർ മാസ്കിങ്ങിന് ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളിൽ ചേർക്കുന്നത്. PCBയിൽ ഘടിപ്പിച്ചിരിക്കുന്ന കമ്പോണന്റുകളുടെ ക്ലിയർ വിസിബിലിറ്റി ലഭിക്കാൻ ഏറ്റവും അനുയോജ്യമായ കളർ എന്ന നിലയിലാണ് സാധാരണയായിട്ട് PCB സോൾഡർ മാസ്കിങ്ങിന് പച്ച നിറം തിരഞ്ഞെടുക്കുന്നത്. അതിനുശേഷം PCBയിൽ ഇലക്ട്രോണിക് കമ്പോണന്റുകൾ, അതായത് IC, ട്രാൻസിസ്റ്റർ, കപ്പാസിറ്റർ, ചാർജിംഗ് ഇൻപുട്ട്, ഓഡിയോ ഔട്ട്പുട്ട് തുടങ്ങിയവ ഘടിപ്പിക്കുന്നു. മിക്ക PCB ഷീറ്റുകളിലും ധാരാളം എയർപോഡുകൾക്ക് വേണ്ടിയുള്ള PCBകൾ ഒരുമിച്ചാണ് നിർമ്മിക്കുന്നത്. അങ്ങനെ നിർമ്മിച്ചെടുത്തതിന് ശേഷം ഒടുവിൽ അവ ഓരോ എയർപോഡിനുമുള്ള PCBകൾ മുറിച്ചെടുക്കുന്നു. ചാർജിംഗ് കേസ് അസംബ്ലിംഗ്.
അടുത്തതായി എയർപോഡ് ചാർജിംഗ് കേസ് അസംബ്ലിംഗ് ആണ്. മോൾഡിംഗ് മെഷീൻ ഉപയോഗിച്ച് നിർമ്മിച്ച ചാർജിംഗ് കേസിന്റെ എയർപോഡുകൾ കടത്തിവെക്കുന്ന ഭാഗത്ത് മാഗ്നറ്റിക് പശ ഉപയോഗിച്ച് ഘടിപ്പിക്കുന്നതാണ് ആദ്യം ചെയ്യുന്നത്. അതിനുശേഷം എയർപോഡ് PCBയും ബാറ്ററിയും തമ്മിൽ കണക്ട് ചെയ്യുന്നു. അതിനുശേഷം PCBയെ ചാർജിംഗ് കേസിന്റെ മുകൾ ഭാഗത്ത് സ്ക്രൂ ഉപയോഗിച്ച് ഉറപ്പിക്കുന്നു. അതിനുശേഷം ചാർജിംഗ് കേസ് ടെസ്റ്റ് ചെയ്യുന്നു. ചാർജിംഗ് നടക്കുന്നുണ്ട് എന്ന് ഉറപ്പായാൽ ബാറ്ററിയിൽ ഒരു ചുവന്ന ടേപ്പ് ഒട്ടിക്കുന്നു. ആഫ്റ്റർ വയർലെസ് കോയിലുകൾ PCBയിൽ കണക്ട് ചെയ്യുന്നു. അടുത്തതായിട്ട് PCB ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയാൻ എയർപോഡുകൾ ചാർജിംഗ് കേസിൽ കണക്ട് ചെയ്യുന്നു. കുറച്ചു നേരം ടെസ്റ്റ് ചാർജിംഗ് ചെയ്യുന്നു. ഏറ്റവും ഒടുവിൽ എയർപോഡിന്റെ കേസിന്റെ അടിഭാഗത്ത് ബാറ്ററി പശ ഉപയോഗിച്ച് ഉറപ്പിച്ചതിന് ശേഷം ചാർജിംഗ് കേസ് ക്ലോസ് ചെയ്യുന്നതോടെ ചാർജിംഗ് കേസ് അസംബ്ലി പൂർത്തിയാകുന്നു. എയർപോഡ് നിർമ്മാണം. അടുത്തതായി എയർപോഡുകളുടെ നിർമ്മാണത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എയർപോഡിനുള്ളിൽ സാധാരണയായിട്ട് ഒരു സ്പീക്കറും എയർപോഡ് പ്രവർത്തിക്കുന്നതിന് സഹായിക്കുന്ന PCBയും ബാറ്ററിയും ഉണ്ടാകും. ബ്ലൂടൂത്ത്, ആക്സിലറോമീറ്റർ, ഓഡിയോ കൊഡാക്, SOC, ആന്റിന, മൈക്രോഫോൺ എന്നിവയാണ് എയർപോഡിനുള്ളിലെ PCBയിൽ പ്രധാനമായിട്ട് ഉൾപ്പെടുന്ന ഘടകങ്ങൾ. ആദ്യം എയർപോഡിന്റെ മെഷീൻ നിർമ്മിത മോഡിനുള്ളിലേക്ക് PCB കടത്തുന്നു. എന്നിട്ട് PCBയും സ്പീക്കറും തമ്മിൽ കണക്ട് ചെയ്യുന്നു. അടുത്തതായി PCBയോട് ഒരു ചെറിയ ബട്ടൺ സെൽ ഘടിപ്പിക്കുന്നു. ബട്ടൺ സെൽ ഘടിപ്പിച്ചതിന് ശേഷം അതിന് മുകളിൽ മഞ്ഞ ടേപ്പ് ഒട്ടിക്കുന്നു. പിന്നെ ബാറ്ററിയും PCBയും ഒക്കെ നല്ലവണ്ണം എയർപോഡ് മോൾഡിന്റെ ഉള്ളിൽ കടത്തിയ ശേഷം എയർപോഡിന്റെ സ്പീക്കറിന് മുകളിൽ ഇയർ ടിപ്പ് ഘടിപ്പിക്കുന്നു. എയർപോഡ് നമ്മുടെ ചെവിയിൽ കൃത്യമായി ഉറപ്പിച്ചിരിക്കാൻ സഹായിക്കുന്നത് ഈ എയർ ടിപ്പാണ്. ഏറ്റവും ഒടുവിൽ എയർപോഡിന്റെ താഴെ ഭാഗത്ത് അലുമിനിയം നിർമ്മിതമായിട്ടുള്ള ചാർജിംഗ് പോയിന്റ് ഘടിപ്പിക്കുന്നു. അതോടെ എയർപോഡ് അസംബ്ലിയും പൂർത്തിയാകുന്നു. പാക്കിംഗ്. നിർമ്മാണം പൂർത്തിയാക്കിയ എയർപോഡുകൾ ചാർജിംഗ് കേസിനുള്ളിൽ വെച്ചതിന് ശേഷം സീൽ ചെയ്യുന്നു. അതിനുശേഷം ഒരു പാക്കിംഗ് ബോക്സിന്റെ ഉള്ളിൽ ചാർജിംഗ് കേബിൾ വെച്ചതിന് ശേഷം സീൽ ചെയ്ത ചാർജിംഗ് കേസ് അതിനുള്ളിൽ വെക്കുന്നു. അതിനു മുകളിൽ വാറണ്ടി കാർഡ് വെച്ച് ബോക്സ് ക്ലോസ് ചെയ്ത് സീൽ ചെയ്യുന്നതോടെ എയർപോഡ് വിപണിയിൽ വിൽക്കുന്നതിന് എത്തുവാൻ തയ്യാറാകുന്നു. എയർപോഡ് കവറുകൾ. പല നിറത്തിലുള്ള എയർപോഡുകൾ വിപണിയിൽ ലഭ്യമാണെങ്കിലും വെള്ള നിറത്തിലുള്ള എയർപോഡുകളാണ് അധികം ആളുകൾക്കും ഇഷ്ടം. എന്നാൽ വെള്ള നിറത്തിലുള്ള എയർപോഡുകൾ ഉപയോഗിക്കുവാൻ അവ വേഗത്തിൽ അഴുക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മിക്ക ആളുകളും മൊബൈൽ ഫോണിന് കവർ ഉപയോഗിക്കുന്നത് പോലെ എയർപോഡിന് വേണ്ടിയുള്ള കവർ ഉപയോഗിക്കാറുണ്ട്. ഇനി ആ എയർപോഡ് കവറുകൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് കൂടി നമുക്ക് നോക്കാം. സിലിക്കൺ കവർ. എയർപോഡുകളുടെ കവർ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നത് സിലിക്കൺ ആണ്. ഫാക്ടറിയിൽ പ്രത്യേകതരം മോൾഡിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് അവ നിർമ്മിക്കുന്നത്. ഒരേ അളവിൽ മുറിച്ചെടുക്കപ്പെട്ട സിലിക്കോൺ കഷ്ണങ്ങൾ ആദ്യം മോൾഡിംഗ് മെഷീനിലേക്ക് നിക്ഷേപിക്കുന്നു. അതിനുശേഷം മോൾഡിംഗ് മെഷീൻ ഹീറ്റും പ്രഷറും അപ്ലൈ ചെയ്ത് ആ സിലിക്കൺ കഷ്ണത്തെ എയർപോഡിന്റെ കവറിന്റെ രൂപത്തിലേക്ക് മാറ്റുന്നു. മോൾഡിംഗ് മെഷീന് പുറത്തെടുക്കുന്ന എയർപോഡ് കവറിന്റെ രൂപം ദേ ഇങ്ങനെയായിരിക്കും. ലെതർ കവർ. എന്നാൽ ചില ഫാഷൻ പ്രേമികൾക്ക് തങ്ങളുടെ എയർപോഡുകൾക്ക് സിലിക്കൺ കവറിനേക്കാൾ ലെതർ കവർ ഇടുന്നതാണ് ഇഷ്ടം. അപ്പോൾ എയർപോഡുകളുടെ ലെതർ കവർ നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി നമുക്ക് നോക്കാം. ആദ്യം എയർപോഡിന്റെ കവർ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ചെറിയ കഷ്ണം ലെതർ എടുക്കുന്നു. അതിനുശേഷം എയർപോഡിന്റെ ചാർജിംഗ് കേസിന്റെ ഷേപ്പിൽ അത് മുറിച്ചെടുക്കുന്നു. അത്യാവശ്യം അലങ്കാര പണികളൊക്കെ ചെയ്തതിനു ശേഷം കവർ സുരക്ഷിതമായി പിടിക്കുവാനുള്ള ഒരു സ്റ്റൈലിഷ് വള്ളിയും അതിൽ ചേർക്കുന്നതോടെ എയർപോഡിനുള്ള സ്റ്റൈലൻ ഫാഷനബിൾ ലെതർ കവർ റെഡിയാകുന്നു. എയർപോഡിന്റെയും അതിന്റെ അനുബന്ധ ആക്സസറി ആയിട്ടുള്ള കവറിന്റെയും നിർമ്മാണ രീതികൾ എങ്ങനെയാണ് പൂർത്തീകരിക്കപ്പെടുന്നത് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ അല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വിജ്ഞാനപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും സ്റ്റേ ട്യൂൺ ഫാക്ടറി TV ഫോർ ദി വണ്ടർഫുൾ ഫാക്ടറി മേക്കിംഗ് വീഡിയോസ്.